ട്രാക്ടർ യാത്ര എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി വേണം ശുപാർശയുമായി റവാഡ ചന്ദ്രശേഖർ. ശബരിമലയിലെ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട് ADGP എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ശുപാർശ ചെയ്ത് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പോലീസ് മേധാവി തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകി. നടപടി സ്വീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതാകും നല്ലതെന്ന് DGP ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച പരാതിയിൽ സർക്കാരിന്റെ വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു. സംഭവത്തിൽ ട്രാക്ടറിന്റെ ഡ്രൈവറെ മാത്രം പ്രതി ചേർത്ത് പമ്പ പോലീസ് കേസെടുത്തത് വിവാദമായതിന് പിന്നാലെയാണ് അജിത് കുമാറിനെതിരെ നടപടി ശുപാർശ ചെയ്ത് പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും തിരിച്ചുമാണ് ADGP അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കാലിന് വേദനയായതിനാലാണ് ട്രാക്ടറിൽ സഞ്ചരിച്ചതെന്നായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം. പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി വിധി. ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിലുണ്ടാകാൻ പാടില്ലെന്നും 12 വർഷം മുൻപ് പുറപ്പെടുവിച്ച വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നിരോധനം വകവയ്ക്കാതെയാണ് അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയത്. വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. സർക്കാരിനും CPM-നുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല. സസ്പെൻഷൻ കാലത്തെ ശമ്പളം രജിസ്ട്രാർക്ക് നൽകേണ്ടെന്ന് VC പോരുമുറുകുകയാണ്. ശമ്പളം തടഞ്ഞ് ഉത്തരവിട്ട് VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഗവർണറോട് അനാദരവ് കാട്ടിയതിന്. രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തിയിരുന്നു. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോരുമുറുകുകയാണ്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകേണ്ടെന്ന VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ഉത്തരവാണ് പോര് ഘടിപ്പിക്കുന്നത്. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച വിവാദത്തിൽ ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന കാരണം കാണിച്ച് ജൂലൈ 3-നാണ് VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. രജിസ്ട്രാറെ താൻ സസ്പെൻഡ് ചെയ്തതാണെന്നും അതിനാൽ സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകരുതെന്നുമാണ് VCയുടെ ഉത്തരവ്. സസ്പെൻഷൻ കാലയളവിൽ നിശ്ചിത തുക അലവൻസ് മാത്രമായിരിക്കും ലഭിക്കുക. എന്നാൽ സസ്പെൻഷൻ നിയമപരമല്ല. നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് ഇത് റദ്ദു ചെയ്തു എന്ന് കാണിച്ച് അനിൽകുമാർ സർവകലാശാലയിൽ എത്തുന്നുണ്ട്. അതേസമയം സസ്പെൻഷൻ കാലയളവിൽ ഓഫീസിൽ എത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് VC പറയുന്നു. സസ്പെൻഷൻ അംഗീകരിച്ച് ഓഫീസിൽ നിന്നും മാറി നിന്ന ശേഷം അപേക്ഷ നൽകിയാൽ തിരിച്ചെടുക്കാമെന്ന ഉപാധി VC മുന്നോട്ട് വെച്ചെങ്കിലും സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളും രജിസ്ട്രാറും യോജിച്ചില്ല. സർക്കാരും ഗവർണറും തമ്മിൽ ആശയവിനിമയം നടത്തിയെങ്കിലും കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് മാത്രം ഇതുവരെ പരിഹാരമായില്ല. സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല. കേരളം നമ്പർ 1 ആണെന്ന് ഉറപ്പുള്ളവർ കമന്റ് ചെയ്യുന്നതിന് മുൻപ് സ്വന്തം അമ്മയോടും പെങ്ങളോടും സാധിക്കുമെങ്കിൽ അഭിപ്രായം ചോദിക്കുക എന്ന പ്രവീൺ നാരായണന്റെ ചോദ്യം. താൻ സംസാരിക്കാൻ ശ്രമിച്ചത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയെന്ന വിമർശനങ്ങൾക്ക് സംവിധായകന്റെ മറുപടി. ഇതിനിടെ പൊതുവിദ്യാലയങ്ങളിൽ 5000 കോടി രൂപയുടെ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. നമ്പർ 1 കേരളമെന്ന് ഇടയ്ക്കിടെ പറയുന്ന സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും ഈ വാർത്ത കണ്ടോ എന്നാണ് കേരളത്തിന്റെ പുതിയ ചോദ്യം. സ്കൂളും വീടും വെള്ളത്തിൽ മുങ്ങി. ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി വിദ്യാർത്ഥികളും അധ്യാപകരും. ഒടുവിൽ നടപടി. മാത്രവുമല്ല, കൊല്ലത്ത് മിഥുൻ മരിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയുമില്ല. മട വീണ് വെള്ളം കയറി സ്കൂളും വീടുകളും മുങ്ങിയതിൽ അടിയന്തര നടപടികൾക്ക് ഉത്തരവിട്ട് ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു. മാത്രവുമല്ല, കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും കുറ്റക്കാർക്കെതിരെ കാര്യമായ നടപടിയില്ല. പ്രഥമദൃഷ്ട്യാ തന്നെ കുറ്റക്കാരായവർ എന്ന് ബോധ്യപ്പെട്ടവർ വിലസുമ്പോൾ നടപടി പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം ഒതുങ്ങി. ക്ലാസ് തുടങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകി. പക്ഷേ അനാസ്ഥയ്ക്കെതിരെ നടപടി എന്നാണ് പുതിയ ചോദ്യം. സ്കൂൾ മാനേജരും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ തുളസീധരൻ പിള്ളയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ട് ദിവസം 5 കഴിഞ്ഞു. അതേസമയം അപകടത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പുകൾ ചേർത്ത് സ്കൂൾ മാനേജർ, ഹെഡ്മിസ്ട്രസ്, KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതികളാക്കി പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്.